ചങ്കുകളെ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്തോഷമാണ് മക്കളെ, സന്തോഷം. കാരണം എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, നമ്മളെ കഷായം ഗ്രീഷ്മ ഉണ്ടല്ലോ, കഷായം ഗ്രീഷ്മ ഇനി ആയുഷ്കാലം മുഴുവൻ ജയിലിൽ തന്നെയാണ്. ഏതായാലും പിന്നെ കുറ്റക്കാരിയാണെന്ന് കോടതി കണ്ടെത്തിയിട്ടുണ്ട്. അതൊരു വലിയ സമാധാനം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവിൻ്റെ അഭാവത്തിലെങ്ങാറ്റം വെറുതെ വിടുവോ? നമ്മളെല്ലാവരും കണ്ടതാണ്. ഈ പിന്നെ എന്താ പറയേണ്ടത്, തെളിവെടുപ്പിനൊക്കെ കൊണ്ടുപോയപ്പോൾ ഈ ടൂറിനൊക്കെ പോയ പോലെയാണ്. ഞാൻ അവിടെ വെച്ചാണ് നമ്മൾ ഈ ജ്യൂസ് കുടിച്ചത്, ഞങ്ങൾ അവിടെ വെച്ചാണ് പിന്നെ ഇത് കുടിച്ചത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കൂടെ നടക്കുമ്പോൾ നമുക്കെല്ലാം ഭയങ്കര വേദനയായിരുന്നു. പക്ഷേ എന്താണെന്ന് പറയുക, ചില ഉദ്യോഗസ്ഥന്മാരൊക്കെ വന്നിട്ട് പണക്കാരിയാണ്, അതുപോലെ തന്നെ വിദ്യാഭ്യാസമുള്ളവളാണ്, സൗന്ദര്യമുള്ളവളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കുറ്റത്തെ എങ്കിൽ ലഘൂകരിക്കാനൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഏതായാലും കോടതി വെറുതെ വിട്ടില്ല. കോടതി ഇപ്പോഴും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറ്റക്കാരിയാണെന്ന് കണ്ടെത്തിയിരിക്കുകയാണ്. നാളെ ശിക്ഷയും വിധിക്കും. അപ്പം അമ്മയെ വെറുതെ വിട്ടിട്ടുണ്ട് കേട്ടാ. അമ്മയോട് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ പോയിക്കോ, നിങ്ങൾ വേണ്ടാന്ന് പറഞ്ഞ് അമ്മാവനെ പിടിച്ചു നിർത്തിയിട്ടുണ്ട്. അമ്മാവനും നാളെ ശിക്ഷയുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. അപ്പോൾ നമ്മുടെ കഷായം ഗ്രീഷ്മയെയും അതുപോലെ കഷായം അമ്മാവനെയും പോലീസ് നേരെ കൊണ്ടുപോയിരിക്കുന്നത് ജയിലിലേക്കാണ്. എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൂക്ക കയറ് കൊടുക്കണം. ഇതിനൊക്കെ വെളിയിൽ വിടരുത്, തൂക്കമരം കൊടുക്കണം. എന്നാലും മാത്രമേ നമ്മൾ ഷാരോൺ ഉണ്ടല്ലോ, ആ ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരൻ, അവൻ്റെ അച്ഛൻ്റെ അമ്മേൻ്റെ അവസ്ഥ ഇന്നും കണ്ടുപാടുന്നത്. അതായത് മരിക്കുന്നത് വരെ ആ പാവം അറിഞ്ഞിട്ടില്ല ഈ പിശാചാണ് എന്നെ കൊല്ലുന്നതെന്ന്. അതാണ് ഏറ്റവും വലിയ രസം. മരിക്കുന്നത് വരെ 9 ദിവസമാണ് ആ പാവം ആശുപത്രി കിടന്നത്. അപ്പോൾ ഇന്ന വിഷമാണ് കൊടുത്തത് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. പക്ഷെ അതുപോലും ഈ സ്ത്രീ പറഞ്ഞില്ല. അവസാനം വന്നൊരു ഫോൺ കോളല്ലേ, ഞാൻ അങ്ങനെ ചെയ്യോ എന്ന് പറഞ്ഞിട്ട് ആ ഫോൺ കോൾ നമ്മളെല്ലാം കേട്ടതാണ്. ഏതായാലും ഷാരോൺ എന്ന് പറയുന്ന ആ ചെറുപ്പക്കാരൻ ഈ ഭൂമിയിൽ നിന്ന് പോകേണ്ടി വന്നു. അവനാണെങ്കിൽ അറിയാതെ, അതായത് ഈ താടകയാണ്, ഈ അപരാധിയാണ് എന്നെ ഇതുപോലെ ആക്കിയത് എന്ന് അറിയാതെയാണ് ആ പാപം ഇവിടുന്ന് പോയത് എന്നുള്ളതാണ്. അതിനുശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, പിന്നെ ഗ്രീഷ്മയുടെ നാടകമുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പിന്നെ കേസ് നടന്നത് തമിഴ്നാട്ടിലാണ്, അതുകൊണ്ട് എനിക്ക് വിചാരണ തമിഴ്നാട്ടിൽ വേണം, അതുപോലെ ജാമ്യം വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നാടകമുണ്ടായിരുന്നു. ജാമ്യം ഏതായാലും കിട്ടിയിട്ടുണ്ട്. പിന്നെ എന്ന് പറഞ്ഞ് ഏതൊരു ട്രാൻസ്ജെൻഡറുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ടായിരുന്നു, അതൊക്കെ നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഈ പിന്നെ ഗ്രീഷ്മ എന്ന് ഈ പറയുന്നത്, കഷായം ഗ്രീഷ്മ എന്ന് പറയുന്നത് ഒരു എന്താ പറയേണ്ടത്, ഒരു തരികിട, അതായത് അത്രയും പോക്ക് ജന്മം തന്നെയാണ്. ഒരിക്കലും നല്ലതാണെന്ന് പറയാൻ പറ്റില്ല. പിന്നെ കുടുംബവും അങ്ങനെയായിരിക്കും, അതായത് അച്ഛനായാലും അമ്മയായാലും അതുപോലെ ആയിരിക്കും വളർത്തിയിട്ടുണ്ടാവുക. നമുക്കൊന്നും പറയാൻ കഴിയില്ലല്ലോ. ഇവനുമായിട്ട് എന്ന് പറയുന്ന പലതരത്തിലുള്ള ബന്ധമുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഷാരൂണിനെ കൊല്ലാനുള്ള കാരണം എന്താണെന്ന് കേൾക്കട്ടെ എനിക്ക്. എന്താ വെച്ചാൽ ഷാരൂണിനെ നല്ലോണം പ്രേമിച്ച് നല്ലോണം പൈസയിൽ അടിച്ചു മാറ്റി, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പലതരത്തിലുള്ള ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഷാരൂണിൻ്റെ കയ്യിലുണ്ട്. അതായത് ഇവരിങ്ങനെ നിൽക്കുന്നതും നടക്കുന്നതും കിടക്കുന്നതും എല്ലാ ചിത്രങ്ങളും ഉണ്ട്. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചതിന് ശേഷം ഒരു കാര്യം ചെയ്യാം, ഒരു മിലിറ്ററിക്കാരൻ വന്നിട്ടുണ്ട്. ആ മിലിറ്ററിക്കാരനെ കെട്ടിയിട്ട് സുഖമായിട്ട് കഴിയാം എന്നാണ് ഗ്രീഷ്മയും വിചാരിച്ചത്. അതിനു വേണ്ടിയിട്ടാണ് ഷാരോണിന് കുറേശ്ശെ മദ്യത്തിലും ഈ വിഷം കലക്കിയിട്ട് ഈ ജ്യൂസിലും കഷായത്തിലും ഒക്കെ കൊടുത്തത് എന്നുള്ളതാണ്. അങ്ങനെയാണ് ഈ ഷാരോൺ ഈ ലോകം വിട്ട് പോകുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പൊന്ന മക്കളെ, ഈ കാമുകന്മാർക്കില്ലേ, കാമുകിമാർ കൊടുക്കുന്ന ഒരു സാധനവും കുടിക്കൂല അവർക്ക് അവസാന പേടിയാണ്, ഇപ്പോഴും പേടിയാണ്. ഇപ്പോഴും തന്നെ കാമുകിമാർ, ഞാൻ ഇതിനിടയ്ക്ക് ഒരു കാമുകിയോട് ചോദിച്ചു, ഇപ്പം എന്തിൻ്റെ ജ്യൂസെല്ലാം മേടിച്ചാൽ ആ കുടിക്കാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഇല്ല ചേട്ടാ, നമ്മൾ കുടിക്കൂല എന്ന് പറഞ്ഞു. കാമുകന്മാർ പറയുന്നത് ജീവനുണ്ടെങ്കിൽ നമ്മൾ കുടിക്കൂല. ഇങ്ങനെ രണ്ടാളും പറയുന്നത് വിശ്വാസമില്ല. അതായത് ഏത് സമയത്താണ് ഇവരൊക്കെ മൈൻഡ് മാറുമോയെന്നറിയില്ല. അപ്പോൾ ഈ ഗ്രീഷ്മ എന്ന് പറയുന്ന ഈ പിശാച് എന്ന് പറഞ്ഞാൽ പല കളികളും കളിച്ചിട്ടുണ്ട്. ജയിലിലായാലും ശരി, പുറത്തുനിന്നായാലും ശരി. ഇപ്പോഴെന്ന് പറഞ്ഞാൽ കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് പിന്നെ ലക്ഷങ്ങളങ്ങാറ്റ വിലയിൽ വീടും കാര്യങ്ങളൊക്കെ വിറ്റിരിക്കുക. ഇപ്പോൾ അമ്മ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അമ്മയല്ല ബന്ധുക്കളെല്ലാവരും പറയുന്നത്, ഞങ്ങൾ ഹൈക്കോടതിയിൽ വെച്ച് കണ്ടോളാം, ഞങ്ങൾ ഇതും കൂടി റദ്ദ് ചെയ്യിക്കും എന്നുള്ളതാണ് ഇവരൊക്കെ പറയുന്നത്. ഇനി അറിയില്ല കേട്ടോ, ഇനിയിപ്പോൾ നാളെ ശിക്ഷ വിധിച്ചതിന് ശേഷം ഹൈക്കോടതിയിൽ അപ്പീൽ പോകാനും അതുപോലെ തന്നെ അതിൽ ജാമ്യം കിട്ടുമോ എന്നൊന്നും അറിയില്ല. എൻ്റെ അഭിപ്രായം നീതി, അതായത് പിന്നെ ഷാരോണിന് നീതി കിട്ടണമെങ്കിൽ ഇവളെ പിടിച്ച് ജയിലിലിടുക തന്നെ വേണം. ജയിലിൽ കിടന്ന് ഇത് നരകിക്കുമ്പോൾ മാത്രമേ ഷാരോണിന് ഒരു നീതി കിട്ടുകയുള്ളൂ. ഇപ്പോൾ ഷാരോണിൻ്റെ നീതി എന്ന് പറഞ്ഞാൽ ഷാരോണിൻ്റെ അച്ഛനും അമ്മക്കാന്ന് വേണ്ടത്. ആ അച്ഛനും അമ്മേൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ പരിതാപകരമാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം, എത്ര പ്രതീക്ഷയോട് കൂടിയിട്ട് വളർത്തിയ ഒരു മകൻ, ആ മകൻ്റെ കല്ലറ നോക്കിയിട്ട് ഇന്നും അച്ഛൻ കരച്ചിൽ മാത്രമാണ്. ആലോചിച്ച് നോക്കണം. 9 ദിവസം ഞങ്ങൾ ആശുപത്രിയിൽ ഉണ്ടായിട്ടും ഞങ്ങൾക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ലല്ലോ എന്നാണ് അച്ഛൻ പറയുന്നത്. അപ്പോൾ ഈ അച്ഛനും അമ്മക്കൊന്നും എന്ന് പറഞ്ഞാൽ ഒരിക്കലും സഹിക്കാൻ പറ്റൂല. ആ ഒരു വേദന അത് ഭയങ്കരം തന്നെയാണ്. ആ വേദന കൃത്യമായിട്ടും ഈ സ്ത്രീ അറിയണം. ഒരു 20-30 വർഷം എന്ന് പറഞ്ഞാൽ ഇതിനെയൊക്കെ ജയിലിലിടണം എന്നാണ് ഞാൻ പറയുന്നത്. അത്രമാത്രം നികൃഷ്ട ജന്മമാണ്.
ഈ നമ്മുടെ നാട്ടിൽ ഈ വിദ്യാഭ്യാസം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ടോ റാങ്ക് കൊണ്ടോ ഒരു മണ്ണാങ്കട്ടി ഇല്ലാന്ന് തെളിയിച്ചൊരു കേസ് തന്നെയാണിത്. അതായത് ഈ പിന്നെ പിശാചി എന്ന് പറഞ്ഞാൽ നല്ല വിദ്യാഭ്യാസമുണ്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഹോൾഡറാണെന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ള ഈ പിശാചാണ് ഒരു മിലിറ്ററിക്കാരൻ വന്നു എന്ന് കണ്ടപ്പോഴേ ഒരു പാവപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഇല്ലാതാക്കിയത് എന്നുള്ളതാണ്. നമ്മൾ കേൾവി പോലും ഇല്ലാത്തൊരു സംഭവമാണ്. അതായത് നമ്മളെല്ലാം മനുഷ്യ മനസാക്ഷിയെ തന്നെ ഞെട്ടിച്ച ഒരു സംഭവമാണ് ഈ ഷാരൂൺ വധക്കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അത്രമാത്രം നമ്മളെല്ലാം വേദനിപ്പിച്ച ഒരു സംഭവമാണ്. അതായത് ഒരാളോട് പോലും ഒരാളും ഇങ്ങനെ ചെയ്യാൻ പാടില്ല. ഈ കുടിക്കുന്ന വെള്ളത്തിലായാലും അതുപോലെ ഇങ്ങനെയൊക്കെ അത്രയും ക്രിമിനലായവർക്ക് മാത്രമേ ഇതൊക്കെ ചെയ്യാൻ കഴിയുള്ളൂ. ഒരു സാധാരണക്കാരന് ഇപ്പോൾ ഒരു എത്ര വലിയ ദുഷ്ടനായാലും ശരി, ഒരു സാധാരണക്കാരനാണെങ്കിൽ അവൻ ഒരിക്കലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാൻ പറ്റൂല. അപ്പോൾ അത്രയും ഭയങ്കരമായിട്ട് ദുഷ്ടന്മാർക്ക് പിശാചികൾക്ക് മാത്രമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അപ്പോൾ എന്തൊക്കെയായാലും ഈ ഷാരോണിൻ്റെ ആ ഒരു കുടുംബത്തിന് നല്ല രീതിയിൽ എന്താ പറയേണ്ടത് നീതി കിട്ടണം. അതിന് നാളത്തെ ഒരു ഇതൊക്കെ വായിക്കുമ്പോൾ, അത് ശിക്ഷ വായിക്കുമ്പോൾ ഒരു ഇരട്ട ജീവോരുന്തമോ ഇല്ലെങ്കിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വധശിക്ഷയോ ഇതൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ജനങ്ങളെല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും നാളെ കാത്തിരിക്കുന്നത് ഈ ഒരു വിധിക്ക് വേണ്ടി തന്നെയാണ്. അതായത് ഈ വിധി വന്നു കഴിഞ്ഞാൽ എന്താവും, എങ്ങനെയാവും വിധി എന്നുള്ളത് എല്ലാവർക്കും പേടിയുണ്ടായിരുന്നു കേട്ടോ. ഉള്ള കാര്യം എന്താ പറയുന്നതിന്, അതായത് ജാമ്യം കിട്ടിയപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ തെളിവ് നശിപ്പിക്കുമോ എന്നുള്ളൊരു ഭയമുണ്ടായിരുന്നു. പിന്നെ ജാമ്യം കിട്ടി പുറത്തു വന്നു. ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് പിന്നെ കുറ്റക്കാരിയാണെന്ന് വിധിക്കുന്നതിന് മുന്നേ വരെ എല്ലാവർക്കും ഉള്ളൊരു ഭയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങാനും തെളിവിൻ്റെ അഭാവത്തിൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഒരുപാട് പ്രതീക്ഷിച്ച പിന്നെ പല കേസുകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ വെറുതെ വിട്ടിട്ടുണ്ട്. അപ്പോൾ അതുപോലെ ആയിപ്പോകുമോ എന്നുള്ള ഒരു ഭയം എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഇപ്പോഴും നമ്മുടെ നാട്ടിൽ നിരവധി ഗ്രീഷ്മമാരുണ്ട്. എല്ലാവരും വളരെയധികം സൂക്ഷിക്കണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ഷേ പല രൂപത്തിലും പല ഭാവത്തിലുമാണ് വരുന്നത്. അതായത് കഷായോ അല്ലെങ്കിൽ എന്ന് പറഞ്ഞാൽ അരിഷ്ടോ പിന്നെ എന്ന് പറഞ്ഞാൽ ജ്യൂസൊക്കെ കിട്ടുമ്പോൾ മൂന്തി കുടിക്കുന്നതിന് മുന്നേ ഒന്ന് നോക്കുക ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ചേർത്തിട്ടുണ്ടോ. കാരണം ഒരു പെണ്ണിനെ പോലും വിശ്വസിക്കാൻ കഴിയാത്തൊരു കാലമാണിത്. ആണുങ്ങളെ വിശ്വസിക്കാൻ കഴിയുമോ ചോദിച്ചാൽ ആണുങ്ങളെയും വിശ്വസിക്കാൻ കഴിയില്ല. കാരണം ഇന്ന് സ്നേഹമോ അല്ലെങ്കിൽ പ്രണയമോ ഇതൊന്നുമില്ല. ഇന്ന് എല്ലാവർക്കും വേണ്ടത് കാമം മാത്രമാണ്. ഈ കാമഭ്രാന്ത് മൂത്തിട്ടാണ് ഇന്നെല്ലാം നടക്കുന്നത് എന്നുള്ളതാണ്. നിങ്ങൾ കാണുന്നില്ലേ, പല പാർക്കുകളിലായാലും എവിടെയായി കഴിഞ്ഞാലും ഇവറ്റകൾ കാണിക്കുന്ന ചില ഗോഷ്ഠിത്തരങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതായത് എന്താ കാണിക്കുന്നതെന്ന് ഇവർക്ക് തന്നെ അറിയില്ല. അതായത് അത്രത്തോളം കാമലീലകളാണ് അരങ്ങേറുന്നത് ചില പാർക്കുകളിലും പിന്നെ എന്ന് പറഞ്ഞാൽ കടൽ തീരങ്ങളിലും പോയാലും എവിടെ ഒരു കുറ്റിക്കാരനെങ്കിൽ അവിടെ പോയി കഴിഞ്ഞാലും രണ്ടെണ്ണം ഉണ്ടാകും. ഇങ്ങനെയാണ് നമ്മുടെ നാട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇനിയും ഒരുപാട് ഗ്രീഷ്മമാർ നമ്മളെ നാട്ടിലുണ്ടാവും. പിന്നെ എന്ന് പറഞ്ഞാൽ ഗ്രീഷ്മമാർ ഇല്ലാതിരിക്കണമെങ്കിൽ അച്ഛനും അമ്മയും നന്നാകണം. അച്ഛനും അമ്മയും കൃത്യമായിട്ട് കുട്ടികളിൽ നിരീക്ഷണം ഏർപ്പെടുത്തണം. ഇല്ലെങ്കിൽ എന്ന് പറയുന്നത് നമുക്കൊരു കാലത്തും ഈ കുട്ടികളെയൊന്നും പിടിച്ചാൽ പിടികിട്ടില്ല. ഇപ്പോൾ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രീഷ്മേൻ്റെ കാര്യം ഈ അമ്മയും അച്ഛനും കയറൂരി വിട്ടിരിക്കുക. അച്ഛൻ അവിടെ ഒരു വിലയുമില്ല. അച്ഛൻ എന്ന് പറയുന്ന ഈ സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല. അവിടെയെല്ലാം അമ്മേൻ്റെ കയ്യിലാണ്. ആലോചിക്കണം, ഇങ്ങനെയൊക്കെയാണ് സംഭവങ്ങൾ. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പിയാണ്. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെയും കൂടി കാത്തിരിക്കാം. എന്തായിരിക്കും വിധി എന്ന് നാളെ അറിയാം. നന്ദി, നമസ്കാരം.